ഇന്ന് ഞാനിപ്പോൾ ഷൊർണൂരിലാണുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ നിന്നുള്ളത് വിനീതയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് എന്ന് വിനീത പറയും. വിനീത, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് വേണമെന്ന് തോന്നിയത്? ഇത് ക്ലാസ് വേണമെന്ന് തോന്നിയത് എനിക്ക് ഭയങ്കര റോഡ് ഫിയർ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. എന്നാൽ ഇത് കൊണ്ട് പുറത്തിറങ്ങുക എന്നുള്ളത് അതിലും വലിയ പേടിയുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനു വേണ്ടി കുറെ ഒരു 3-4 ക്ലാസ്സുകൾ ഞാൻ ഏകദേശം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ തന്നെ. അതായത് കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഒരു 3 ക്ലാസ് ഞാൻ പോയിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പുറത്തുപോയി പഠിക്കുമ്പോൾ ഇവര് ഫുള്ള് നമ്മളെ അസിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് നമ്മുടെ സ്വന്തം വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ ഒരു ധൈര്യം എന്ന് പറഞ്ഞത് കിട്ടുന്നില്ല. അപ്പൊ പിന്നെ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വണ്ടി എവിടെയാണെന്നോ നിക്കണേന്നൊരു ഇത് എനിക്ക് കിട്ടുന്നില്ല. നമ്മൾ ഓടിക്കുമ്പോൾ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഏകദേശം നമുക്ക് എത്ര ഗ്യാപ്പ് വരും എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ വേറൊരു വണ്ടികൾ വരുമ്പോഴേക്കും ഞാൻ അതിനെ ഫോക്കസ് ചെയ്തിട്ട് അപ്പോഴേക്കും എൻ്റെ എല്ലാ കൺട്രോളും പോവും. ചിലപ്പോൾ വണ്ടി ഓഫ് ആവും. അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് അവസാനം ഞാൻ നിർത്തി. പിന്നെ ഞാനിങ്ങനെ കുറെ റീൽസ് ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ സാറിന്റെ കുറെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അതില് ചിലത് ഞാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കി. അപ്പൊ എനിക്കത് കുറച്ച് യൂസ്ഫുൾ ആയിട്ട് തോന്നി. എങ്കിലും അത് നേരിട്ട് വന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ എനിക്ക് എഫക്റ്റീവ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ബുക്ക് ചെയ്തത്. ഇപ്പം നമ്മളെ ചാനൽ കണ്ടു കഴിഞ്ഞാല് ഒട്ടുമിക്ക കാര്യങ്ങൾ മനസ്സിലാവും, അതിൽ തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. അത് വിനീത കേസിൽ ഉണ്ടായിരുന്നു. ചില ജഡ്ജ്മെന്റ് ഒക്കെ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് വന്നത്. പക്ഷെ എന്നാലും കുറച്ച് കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു ആ കേസിലൊക്കെ. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ശരിക്കും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടത്. ചാനലിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇന്ന് നമ്മൾ പല സിറ്റുവേഷൻസിലും ഡ്രൈവ് ചെയ്ത് നോക്കി. ഇവരുടെ വണ്ടി കിയ സെൽട്ടോസ് ആണ്, IMT ആണ് വെഹിക്കിളും. അപ്പം IMT വെഹിക്കിൾ ഓടിക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഒരു IMT വെഹിക്കിൾ ഓടിക്കേണ്ടതെന്ന്. IMT പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ അതായത് വെഹിക്കിളിന് ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ ഷിഫ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ബ്രേക്കും ആക്സിലേറ്റർ മാത്രമേ വണ്ടിക്ക് ഉണ്ടാവുള്ളൂ. ഡിഫറെന്റ് സാഹചര്യത്തിൽ ഓടിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലായി, കുറെ കാൽക്കുലേഷൻസ് കിട്ടി. പിന്നെ ഇപ്പൊ ചെറിയ വഴിയൊന്നും അത്ര പ്രശ്നമായിട്ട് തോന്നുന്നില്ലല്ലോ. എനിക്ക് പ്രാക്ടീസ് കൊണ്ട് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ശരിയാവുന്ന എനിക്ക് കാരണം ഇപ്പൊ എനിക്ക് പ്രാക്ടീസ് ചെയ്യാന്നുള്ള ഒരു ധൈര്യമുണ്ട്. പ്രാക്ടീസ് ചെയ്യാനത് എടുക്കാൻ പേടിയാണ്. ഓക്കെ, അതായത് നമ്മളിപ്പം ഈ ട്രെയിനിങ് കിട്ടിയ ആളുകളോട് ഞാൻ പൊതുവെ പറയാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ്ങിന് വന്ന ആളുകളോട്, അതായത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അത് ഞാൻ വിനീതോട് പല പ്രാവശ്യം ചോദിച്ചിരുന്നു, തെറ്റ് മനസ്സിലായല്ലോ എന്ന് ചോദിച്ചിട്ടില്ല. അതായത് നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. അത് മനസ്സിലാവാതെ ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ റോഡിലുണ്ട്. അവർ വിചാരിക്കും ഇത് തന്നെയാണ് ശരിയെന്ന്. അപ്പം ഇതല്ല ശരിയെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ഏതാണ് ശരിയെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. അപ്പം അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആവും. അപ്പം ക്ലാസ്സിന് വന്ന ആളുകൾക്ക് സ്വന്തം ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റും. അപ്പം നിങ്ങൾ അങ്ങനെ ആഗ്രഹമുള്ളവരാണ് ക്ലാസ്സിന് വരേണ്ടത്. കുറച്ചൊക്കെ ഡ്രൈവ് ചെയ്ത് പരിചയം വേണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. അഡ്വാൻസ് ലെവലിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. തീരെ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുറച്ച് ടൈം പിടിക്കും മനസ്സിലാക്കി എടുക്കാൻ. എൻ്റെ ട്രെയിനിങ് നോർമലി 6 hours ഉണ്ടാവുക. അപ്പോൾ ഫുള്ള് ടൈം നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് 1 മണിക്കൂറിൽ 2 മണിക്കൂറിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. വിനീതനെ സംബന്ധിച്ചിടത്തോളം വിനീത കുറച്ചൊക്കെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കാൽക്കുലേഷൻസും പിന്നെ ഒരു ഫിയറും എങ്ങോട്ട് ഫോക്കസ് ചെയ്യണമെന്ന് അറിയുന്നില്ല. കൺഫ്യൂഷൻ ആവും മൊത്തം. എവിടെയൊക്കെ അത് ചില ആളുകൾ ചോദിക്കുന്നത് ഞാൻ എവിടെയൊക്കെയാണ് നോക്കേണ്ടത്, ഇതെല്ലാം നോക്കിയിട്ട് എങ്ങനെയാണ് ഞാൻ ഡ്രൈവ് ചെയ്യേണ്ടത്. അങ്ങനെ ഇല്ല. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടൊന്നും അല്ല ഡ്രൈവ് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ആക്കണം. ഇപ്പം നിങ്ങൾ ഡ്രൈവേഴ്സിനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ബസ്സിന്റെ ഡ്രൈവർമാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരങ്ങ് ഇങ്ങോട്ട് നോക്കുന്നുണ്ടാവും, ബസ് കറക്റ്റ് പോകുന്നുണ്ടാവും. അപ്പം അതറിയണം എവിടെയൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കണം. എല്ലാവരോടും ചോദിക്കുന്ന ഒരു പതിവ് ചോദ്യം വിനീതയോട് ചോദിക്കണം. ഹാപ്പി അല്ലേ വിനീത? ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇതിനു ശേഷം ചോദിച്ചു ഇനി ഞാൻ പോകേണ്ടി വരുമോന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ ഇനി എന്റെ ആവശ്യം ഒരു ക്ലാസിന്റെ ആവശ്യം ഇനി വരുന്ന എനിക്ക് തോന്നുന്നില്ല. എന്റെ ക്ലാസ് 2 ക്ലാസ് വേണമെന്ന് ആരും പറയില്ല. കാരണം എന്ന് വെച്ചാല് നഷ്ടമാണ്. നഷ്ടം മീൻസ് രണ്ട് കാര്യത്തിൽ നഷ്ടമാണ്. ഫിനാൻഷ്യലി നഷ്ടമായിരിക്കും, സമയവും നഷ്ടമായിരിക്കും. ഞാൻ ഇന്ന് പറഞ്ഞു തന്നെയായിരിക്കും നാളെയും പറയാം. പക്ഷെ ഇന്നത്തെ ഫീസ് തന്നെ നാളെയും വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനെപ്പോഴും പറയുക വെച്ചാൽ നഷ്ടമാണ്. നിങ്ങൾ ഒരു ക്ലാസ് കൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കാമെന്ന് എപ്പോഴും പറയുന്നുണ്ട്. അപ്പം
ഇനി സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാക്കി ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ക്ലാസ് അത്യാവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക. അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്താൽ മതി. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഫൂട്ടിന്റെ മൂവ്മെന്റ് എങ്ങനെ കറക്റ്റ് ആക്കണം, അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിന് മുന്നേ കംപ്ലീറ്റ് ഞാൻ കാലെടുത്ത് കൺട്രോൾ പോവായിരുന്നു. ബ്രേക്ക് ഇപ്പോഴാണ് ബ്രേക്കിന്റെ എനിക്ക് ഇങ്ങനെ സ്ലോ ആക്കാൻ പറ്റുന്നു മനസ്സിലായത്. ഓക്കെ, ഹാർഡ് ബ്രേക്കിംഗ് വരുന്നുണ്ടായിരുന്നു മുന്നേ ചെയ്യുമ്പോൾ. ഓക്കെ, അതാണ് നമ്മൾ കോൺഫിഡൻസ് ലെവൽ വല്ലാണ്ട് കുറക്കും. എന്താ വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് വണ്ടി നിർത്താൻ പറ്റില്ല. അതെ, മറ്റേത് ഫുൾ സഡൻ സ്റ്റോപ്പാണ്. എവിടെ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ വരുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ചവിട്ടും. മുന്നേ തന്നെ എന്റെ വണ്ടി സ്റ്റോപ്പായി. അത് വലിയ പ്രശ്നമാണ്. അങ്ങനെയല്ല, ഞാൻ എപ്പോഴും ചോദിക്കും എങ്ങനെ അടുത്ത് കൊണ്ടുപോയി നമുക്ക് ഇങ്ങനെ സ്ലോ ആക്കി നിർത്താൻ പറ്റും. പക്ഷെ ഇപ്പൊ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് ബ്രേക്ക് പഠിച്ചപ്പോ തന്നെ എനിക്ക് അത്യാവശ്യം എന്റെ ടെൻഷൻ പോയി. ടെൻഷൻ മാറിയിട്ടുണ്ട്. ബ്രേക്ക് ചവിട്ടാൻ എന്താണ് ഇത്ര പഠിക്കാനുള്ളതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് ചവിട്ടി നോക്കുമ്പോൾ മനസ്സിലാവും. ബ്രേക്ക് ചവിട്ടാൻ അറിയാറുണ്ട്. എല്ലാവരും ചോദിക്കും ബ്രേക്കിന് ചവിട്ടിയാൽ പോരെയെന്ന്. അല്ല, പ്രത്യേകിച്ചും ഓട്ടോമാറ്റിക് വെഹിക്കിളിലൊക്കെ ബ്രേക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് ചവിട്ടാൻ അറിയണം. ഇല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പം അങ്ങനെയുള്ള കാര്യമാണ് ഇപ്പോൾ വിനീത പറഞ്ഞത്. ഓക്കെ ആയിട്ടുണ്ട് എന്ന്. സഡനായിട്ട് ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ ഹൈവേയിലൊക്കെ തീർച്ചയായിട്ടും ബാക്കിൽ നിന്ന് വണ്ടി വന്നിട്ട് ഇടിക്കും. അപ്പം കൺട്രോൾ ചെയ്ത് സ്പീഡ് കുറച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ക്ലാസ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യക്കാർ പിന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.